Hi everyone. CA റിസൾട്ട്സുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഫൗണ്ടേഷനോ ഇൻ്റർമീഡിയറ്റോ ഫൈനലോ ഏത് ലെവലും ആയിക്കോട്ടെ ഇത്തവണത്തെ റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചിലപ്പോൾ അത് റിസൾട്ട് വളരെ കുറവാണെന്നും ചിലപ്പോൾ റിസൾട്ട് നല്ല കൂടുതലാണെന്നും നല്ലതാണെന്നും മോശമാണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുകൂടാതെ റിസൾട്ട് ഒരു ഫിക്സഡ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ചില അറ്റംപ്റ്റുകളിൽ പെർസെൻറ്റേജ് കൂടുതലാണ്, ചില അറ്റംപ്റ്റുകളിൽ പെർസെൻറ്റേജ് കുറവാണ്. ഇത്തരം മിത്തുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോ ഇൻ ദിസ് വീഡിയോ ഒരു 3 to 4 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും CA എക്സാമിനേഷൻ്റെ ട്രെൻഡ്. ശരിക്കും ഡിസംബർ എക്സാമിനേഷൻ ഈസി, ജൂൺ എക്സാമിനേഷൻ ഹാർഡ്, ആ ഒരു രീതിയിലുള്ളൊരു ട്രെൻഡൊക്കെ പണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ? നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? സോ ഇത്തവണ വന്ന റിസൾട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? CA ഫൗണ്ടേഷൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ഓൺ ആൻ ആവറേജ് 14.78% ആണ് CA ഫൗണ്ടേഷൻ പാസ്സായിട്ടുള്ളത്. CA ഇൻ്റർമീഡിയറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് 27 എന്ന് പറയുന്ന ഒരു അടിപൊളി പെർസെൻറ്റേജ് ഗ്രൂപ്പ് 2-ന് വന്നിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പ് 1-ഉം ബോത്തും നോക്കുവാണെങ്കിൽ 9 to 10% ആണ് പാസ് പെർസെൻറ്റേജ് ഉള്ളത്. CA ഫൈനലിലേക്ക് വരുമ്പോഴത്തേക്ക് 25-24% ഗ്രൂപ്പ് വൈസ് പാസ്സായിട്ടുണ്ട്. ബോത്ത് പാസ്സായിട്ടുള്ളത് 16% ആണ്. ഇതാണ് നമ്മുടെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇത്തവണത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ശരിക്കും ഇത്തവണത്തെ റിസൾട്ട് നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു സംശയം ഉണ്ടായിരിക്കും, ഇതൊക്കെ തന്നെയാണോ എല്ലാ തവണയും? ഇത്തവണത്തെ റിസൾട്ട് ശരിക്കും കൂടുതലാണോ കുറവാണോ എന്നുള്ളത്. സോ അതിന് നിങ്ങൾ വേറെ റിസർച്ച് ഒന്നും ചെയ്യാൻ പോകണ്ട, നമുക്കത് ഇവിടെ തന്നെ നോക്കാം. എന്നിട്ട് ഈ ട്രെൻഡിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ട് അടുത്ത പ്രിപ്പറേഷൻസിന് നിങ്ങൾ എങ്ങനെ ഈ ഒരു എക്സാം ട്രെൻഡിനെ യൂസ് ചെയ്യണം എന്നുള്ളതും കൂടി പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ സമ്മപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ലെറ്റ്സ് സീ CA ഫൗണ്ടേഷൻ്റെ റിസൾട്ട്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മളൊരു ലാസ്റ്റ് 13 അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ട്. ബട്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ജൂൺ 24 തൊട്ടുള്ള ഏരിയ എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണ്? നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സിലബസ്, ന്യൂ സിലബസ് ജൂൺ 2024 ഓൺവേർഡ്സ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി അതിൻ്റെ വ്യത്യാസം ഗ്രാഫിൽ തന്നെ ക്ലിയർലി വിസിബിൾ ആണല്ലേ? അതുവരെ ഉള്ളൊരു ട്രെൻഡിലല്ല പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ന്യൂ സിലബസ് പ്രകാരമുള്ള എക്സാമിൻ്റെ പാസ് പെർസെൻറ്റേജ് വന്നിട്ടുള്ളത്. നോക്കിയാൽ നിങ്ങൾ ഈ പണ്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളില്ലേ, അതായത് ഈ ഓരോ എക്സാമിനനുസരിച്ചിട്ടുള്ള മാറ്റം. ഡിസംബർ എക്സാമിനേഷൻസിന് പൊതുവേ മാർക്സ് പെർസെൻറ്റേജ് വൈസ് കൂടുതലാണ് വരാറുള്ളത്, ജൂൺ എക്സാമിനേഷന് വരുമ്പോൾ ഇച്ചിരി കുറവാണ് അല്ലേ? ഇതൊക്കെ പഴങ്കഥയായി എന്നുള്ളത് ഈ ഗ്രാഫിൽ തന്നെ ക്ലിയർലി വിസിബിൾ ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിയേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആദ്യ സിലബസ് മാറിയ സമയത്ത് ഒരു ഇച്ചിരി ടഫായിരുന്നു, പിന്നെ 2 തവണ നോക്കിയപ്പോഴത്തേക്ക് 19-21% ഒക്കെ വന്നു. പക്ഷേ ലാസ്റ്റ് 2 അറ്റംപ്റ്റ് നോക്കുമ്പോഴോ ഒരുപോലെ 14-15 ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളത് തന്നെയാണ് CA ഫൗണ്ടേഷൻ്റെ കേസിൽ ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. അടുത്ത എക്സാമിനേഷൻ മേ ബി ഈസി ആവാം, മേ ബി ഇതുപോലെ തന്നെ ഒരു 12%-ലേക്കോ 10%-ലേക്കോ പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് തന്നെയാണ് പാസ് പെർസെൻറ്റേജ് ഇടുക, അതിങ്ങനെ ഫിക്സഡ് ആയിട്ട് പിടിക്കുന്ന ഒരു കേസല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് CA ഇൻ്റർമീഡിയറ്റിൻ്റെയും കൂടെ നോക്കിയാലോ? ഇതിൽ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 ആൻഡ് ബോത്താണ് കൊടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ഗ്രൂപ്പ് 1-ൻ്റെ നോക്കാം. ഈ ഒരു ബ്ലൂ ലൈൻ നിങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ നോക്കിയേ, അതെന്തൊരു ഫ്ലക്ച്വേറ്റിംഗ് ആണ് അല്ലേ? ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഈവൻ ഒരു 6 ആക്ക് ട്രെൻഡ് പോലും അവിടെ പണ്ട് തൊട്ടേ അവൈലബിൾ അല്ല. പക്ഷേ ഈ കഴിഞ്ഞ സെപ്റ്റംബർ എക്സാമിനേഷൻ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നോക്കിയേ, ഈ ബ്ലൂ ലൈൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റാണിത്. ദാറ്റ് മീൻസ് ഗ്രൂപ്പ് 1-ന് ഏറ്റവും ലോ പെർസെൻറ്റേജ് പാസ് ഉണ്ടായിരുന്നത് ഈ എക്സാമിനേഷനാണ്. പക്ഷെ അത് ഓക്കെ, അപ്പോൾ ഈ എക്സാം എഴുതിയവരെല്ലാം ഗതഭാഗ്യവാന്മാർ അങ്ങനെയാണോ? അല്ല. നിങ്ങൾ ആ യെല്ലോ ലൈൻ നോക്കിയേ, യെല്ലോ ലൈൻ്റെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റും സെപ്റ്റംബർ 25 എക്സാമിനേഷനാണ്. ദാറ്റ് മീൻസ് ഗ്രൂപ്പ് 2 എഴുതി പാസ്സായവരുടെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വന്നിട്ടുള്ളതും ഈ കഴിഞ്ഞ എക്സാമിനേഷൻസിനാണ്. ബോത്തിൻ്റെ ട്രെൻഡ് ഏകദേശം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഗ്രീൻ ലൈൻ കാണിക്കുന്നത്. ആ ഒരു ഫ്ലക്ച്വേഷൻ ഇത്തവണയും നിന്നു. പക്ഷേ ഇത്തവണ മാത്രം ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം നോക്കിയാൽ അറിയാം, എല്ലായിടത്തും ബോത്ത് ഗ്രൂപ്പിൻ്റെ പെർസെൻറ്റേജ് ആണ് ഏറ്റവും കുറവ് വരിക. എല്ലാ റിസൾട്ട്സിലും അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ മാത്രമാണ് അത് അങ്ങനെ അല്ലാണ്ട് വന്നത്. എന്ന് വെച്ചാൽ ഗ്രൂപ്പ് 1-ൻ്റെ പെർസെൻറ്റേജ് ബോത്തിനേക്കാളും കുറവായിട്ടുണ്ട്. സോ അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഉള്ളൊരു എക്സാം റിസൾട്ടും കൂടെയായിരുന്നു ഈ സെപ്റ്റംബറിലേത്. ഗ്രൂപ്പ് 2 കോൺസെൻട്രേറ്റ് ചെയ്തവർ ഇതൊക്കെയാണെന്ന് പറയേണ്ടി വരും അല്ലേ? ഗ്രൂപ്പ് 1 ആൻഡ് ബോത്ത് ട്രൈ ചെയ്യുന്നവർ ഇച്ചിരി പിടിച്ചുള്ള മാർക്സിൻ്റെ ആകാം, എക്സാംസ് ടഫ് ആവുന്നതാകാം, പല റീസൺസ് കൊണ്ടാകാം. പക്ഷേ നമ്മൾ ഫൈനലിൻ്റെയും കൂടെ ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചേക്കാം. നോക്കിയാൽ ഫൈനൽ ഏകദേശം ആ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ട്രെൻഡൊന്നുമല്ല, ഒരു എന്താ പറയുക, നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല അല്ലേ? ഒരു അൺപ്രഡിക്റ്റബിലിറ്റി തന്നെയാണ് എല്ലാ റിസൾട്ട്സിലും ഇൻക്ലൂഡിങ് ഫൈനൽസിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം ഈ ഒരു അറ്റംപ്റ്റിൽ നിന്ന് ഈ ഒരു അറ്റംപ്റ്റിലേക്ക്
അല്ലേ? നവംബറിലേക്ക് മെയ്യിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരുപോലെ എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ഓക്കെ ഗ്രൂപ്പ് 1 ഇച്ചിരി പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്, ഗ്രൂപ്പ് 2ഉം ബോത്തും കുറയുവാണ് ചെയ്തത്. ഈ രീതിയിലാണ് ഫൈനലിൻ്റെ റിസൾട്ട്സിന് മാറ്റം വന്നിട്ടുള്ളത്. സോ ദ തിങ് ഈസ് ഈ ഗ്രാഫിലൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കുന്ന സാധനമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ബേസിക് തിങ് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസൾട്ട്സിന് ഒരു പർട്ടിക്കുലർ ട്രെൻഡ് ഇല്ല. ഒരറ്റംപ്റ്റും എല്ലാ തവണയും ഈസി ആവുന്നില്ല, ഒരറ്റംപ്റ്റും എല്ലാ തവണയും ഹാർഡ് ആവുന്നില്ല. അൺപ്രഡിക്റ്റബിലിറ്റി, വെതറിൻ്റെ അവസ്ഥ പറയുന്ന പോലെ തന്നെയാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളതാണ് റിസൾട്ടിൻ്റെ പെർസെൻറ്റേജിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ വെതറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയാം, നിങ്ങളെ എങ്ങനെ ഈ ഒരു അനാലിസിസിനെ നിങ്ങളുടെ അടുത്ത എക്സാം പ്രിപ്പറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം അല്ലേ? വെതറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാ? യൂഷ്വലി സീ ഗോയിങ് ആയിട്ടുള്ള ആളുകൾ അല്ലേ, അവർ സീയിലേക്ക് പോകുന്നതിന് മുമ്പ് വെതർ നോക്കാറുണ്ട്. പിന്നെ മൗണ്ടനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ നോക്കാറുണ്ട് അല്ലേ, അവർ ക്ലൈംബ് ചെയ്യുന്നതിന് മുന്നേ നോക്കാറുണ്ട്. സോ ഇവർക്കൊക്കെ എന്താ സംഭവിക്കാൻ പോകുക? എന്താണ് വെതർ എന്നുള്ളത് പ്രഡിക്റ്റബിൾ അല്ല. ഒരു പരിധി വരെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്താലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഷിഫ്റ്റ് കാരണം വെതർ മാറിയാറുണ്ട് അല്ലേ. അപ്പോൾ അവരെല്ലാം ചെയ്യുന്നത് എന്താ? എക്സ്പെക്ട് ദ വേസ്റ്റ്. അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി. സീ ഗോയിങ് ആയിട്ടുള്ളവർ അവിടെ ഒരു ഹെവി വിൻഡോ അല്ലെങ്കിൽ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു റെയിനോ ഇത് വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ച് പോകും. മൗണ്ടനേഴ്സ് ആയിട്ടുള്ളവർ ഒരു സ്നോ സ്ലൈഡ് അത് തന്നെ എക്സ്പെക്ട് ചെയ്തായിരിക്കും പോകുന്നുണ്ടാവുക. ബിക്കോസ് ദേ ആർ പ്രിപ്പയറിങ് ദംസെൽഫ് ഫോർ ദി വേഴ്സ്റ്റ് കേസ് സിനാറിയോ. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു ഏകദേശം ഒന്ന് പഠിച്ചിട്ടുണ്ട്, എക്സാം ഈസി ആണെങ്കിൽ എനിക്കൊരു 40 അല്ലെങ്കിൽ 39+2 ഒരു 40-42 സ്കോർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച ഒരു പേപ്പറിൻ്റെ പ്രിപ്പറേഷൻസിനെ നിങ്ങൾ നിർത്താൻ പറ്റില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ട്രെൻഡ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വേഴ്സ്റ്റ് കേസ് എക്സ്പെക്ട് ചെയ്യണം. എക്സാം നല്ല ഈസി ആണെങ്കിൽ എനിക്ക് 60+ഉം എക്സാം അത്രയ്ക്ക് ടഫാണെങ്കിൽ എനിക്കൊരു 40യും. ആ ലെവലിൽ ഓരോ പേപ്പറും പ്രിപ്പയർ ചെയ്ത് തന്നെ വേണം നിങ്ങൾ എക്സാമിനേഷൻസിന് പോകാൻ. ഇനി ഇൻ്റർമീഡിയറ്റ് എഴുതുന്ന കുട്ടികൾക്ക് നിങ്ങളൊരു ട്രെൻഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ബോത്ത് എഴുതി പാസ്സാവുന്നതിൻ്റെ പെർസെൻറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ നിങ്ങൾ അത്ര കോൺഫിഡൻ്റ് ആണെങ്കിലും മാത്രം ബോത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് നമുക്കറിയാം നേരത്തെ പോലെ 6 months ഗ്യാപ്പ് ഇല്ല. 4 months ഗ്യാപ്പിൽ നിങ്ങൾക്ക് അടുത്ത ഗ്രൂപ്പ് എഴുതിയെടുക്കാം എന്നൊരു ഓപ്ഷനുണ്ട്. പക്ഷേ ബോത്തിന് പ്രിപ്പയർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ചെയ്യണം. ബിക്കോസ് ക്യാരി ഫോർവേഡിൻ്റെ ബെനഫിറ്റ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ നിങ്ങൾക്കത് പറ്റുന്നില്ല, ഒരു ഡൗട്ടിൻ്റെ എലമെൻറ്റോടെ കിടക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ഗോ ഫോർ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 സെപ്പറേറ്റ്ലി. 3 months ഗ്യാപ്പല്ലേ ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് ഈസിലി അടുത്ത ഗ്രൂപ്പും കൂടെ പഠിച്ചെടുക്കാനും കൂടെ പറ്റുന്നുണ്ടായിരിക്കും. സോ ബേസ്ഡ് ഓൺ ദിസ് ട്രെൻഡ് വെതർ പോലെ അല്ലേ, അൺപ്രഡിക്റ്റബിൾ ആണ്. വേഴ്സ്റ്റ് കേസ് സിനാറിയോ എക്സ്പെക്ട് ചെയ്ത് തന്നെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളൂ. ഒരു ദിവസം പോലും സമയം കളയാനില്ല. നമുക്ക് ഇന്ന് തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങണം. ഒരു റിസൾട്ട് അല്ലേ, 2-3 മാസം കഴിയുമ്പോൾ ഇതൊക്കെ മാറും. ഇന്ന് സെലിബ്രേറ്റ് ചെയ്ത ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് നാളെ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് സെലിബ്രേറ്റ് ചെയ്യാം, അടുത്ത ലെവലിലേക്ക് കയറി പോകാം. ഓൾ ദി ബെസ്റ്റ്.